ഫ്രണ്ട്സ്, കുക്കറിലാണ് അവിൽ കറി റെഡിയാക്കുന്നത്. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിൽ കറി റെഡിയാക്കാം. ആദ്യം ക്യാരറ്റ് ഇടാം. ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതാണിത്. ഇത് ഏകദേശം 90 ഗ്രാം ഉണ്ടാവും. എല്ലാ വെജിറ്റബിൾസും നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി അതിലേക്ക് കോവക്കായ നീളത്തിൽ അരിഞ്ഞതിടാം. നല്ല നീളമുള്ള കോവക്കായ സെൻറ്റർ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി പടവലങ്ങ ഇടാം. പടവലങ്ങയുടെ പുറത്തെ വെള്ളപ്പാട് ചെരുകി കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ്. ഇതും 90 ഗ്രാം ഉണ്ട്. ഇത് ബീൻസ് പയറും പച്ചപ്പയറും കൂടെ നീളത്തിൽ അരിഞ്ഞതാണ്. എല്ലാതും ഒരേ അളവ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നീളത്തിൽ അരിഞ്ഞ മത്തങ്ങ 50 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. മത്തങ്ങ കുറവാണ് എടുക്കുന്നത് കേട്ടോ. ഇനി നീളത്തിൽ അരിഞ്ഞ ചേന നല്ല കനം കുറച്ചരിയണം. ചേനയ്ക്ക് ഇത്തിരി വേവ് ഈ വെജിറ്റബിൾസിനേലും കൂടുതലുണ്ട്. അപ്പോൾ ചേന നല്ല കനം കുറച്ചരിയണം. പിന്നെ ഇത് വെള്ളരിക്കയാണ്. വെള്ളരിക്കില്ലെങ്കിൽ കുമ്പളങ്ങ ആയാലും മതി, ഇതിടാം. ഇനി ഇതിലേക്ക് പ്രധാനമായിട്ട് വേണ്ടത് മുരിങ്ങക്കായാണ്. മുരിങ്ങക്കായ ഇത്തിരി അധികം വേണം കേട്ടോ. ഇത് ഏകദേശം 120 ഗ്രാമൊക്കെ ഉണ്ട്. നല്ല വണ്ണമുള്ള മുരിങ്ങക്കായ ആണെങ്കിൽ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിടുന്നത് നല്ലതാണ്. ഇത് വണ്ണം കുറവാണ്. ഇനി നീളത്തിലരിഞ്ഞ നേന്ത്രക്കായ ഇടാം. ഇനി 2 പച്ചമുളക് അരിഞ്ഞിടാം. പച്ചമുളകും ഇതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തിടാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇതിൽ 3/4 ടീസ്പൂൺ ഉപ്പിടാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. അധികം വെള്ളം ആവരുത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു വിസിൽ വരുന്നവരെ വെക്കാം. ഇതൊരു ചെറിയ കുക്കറാണ്. വലിയ കുക്കറാണെങ്കിൽ വിസിൽ വരാൻ നിൽക്കരുത്. അതിന് ജസ്റ്റ് മുന്നേ ഓഫ് ചെയ്യണം. ഇനി ഇതിലേക്ക് വേണ്ടി നാളികേരം ഒതുക്കിയെടുക്കാം. അതിന് വേണ്ടി 1 കപ്പും കുറച്ചും കൂടെ കൂടുതലുണ്ട് നാളികേരം ചെരുകി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ 3 പച്ചമുളക് കട്ട് ചെയ്തിടാം. കട്ട് ചെയ്യാതിട്ട പച്ചമുളക് അരയാതിരിക്കും. പിന്നെ അതിലേക്ക് വേണ്ടത് ഇത്രയും വലുപ്പമുള്ള 12 അല്ലി ഉള്ളിയാണ്, ചുവന്നുള്ളിയാണ് വേണ്ടത്. ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചിടാം. പിന്നെ അതിലേക്ക് ഇത്രയും വെളുത്തുള്ളി വേണം. ചെറിയ അല്ലി ആയതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. വലിയ അല്ലി ആണെങ്കിൽ 2 അല്ലി മതി. ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ഇടാം. ഇനി അതിലേക്ക് ഇത്രയും വേപ്പിലിടാം. ഇതിനി ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം. നാളികേരം ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ആവണം. നല്ല പോലെ അരയരുത്. ഇത് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുന്നതുകൊണ്ടാണ് ഉള്ളിയൊക്കെ ചതച്ചിടുന്നത്. അല്ലെങ്കിൽ ഉള്ളി അരയാതെ കിടക്കും. കുക്കറിൽ 1 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ ആവി കളയാം. ഇത് തുറന്ന് നോക്കാം. കണ്ടോ, ഇത് വെന്തിട്ടുമുണ്ട്. കണ്ടോ, വെള്ളം കറക്റ്റ് പാകമായിട്ടിരിക്കുന്നുണ്ട്. കണ്ടോ. ഇനി ഫ്ലെയിം വീണ്ടും ഓണാക്കുക. അതിന് ശേഷം അരച്ച് വെച്ച നാളികേരം ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിനി നല്ലപോലെ മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചത് 1 മിനിറ്റ് നേരം വെക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അവിൽ കറി അങ്ങനെ റെഡിയായി. 1 വിസിൽ വരേണ്ട നേരെ വേണ്ടു അവിൽ കറി റെഡിയാക്കാൻ. വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ കുക്കറിൽ അവിൽ കറി റെഡിയാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ. ഫ്രണ്ട്സ്, അപ്പം അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ അവിൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും അവിൽ കറി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.